Hi friends. Few days back എൻ്റെ അനിയത്തി വിളിച്ചു. ഷീസ് ഡൂയിങ് ഹർ സിവിൽ എഞ്ചിനീയറിംഗ്. എന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ എനിക്ക് ഫ്ലൂയിഡ്സിൻ്റെ എക്സാം ആണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ക്രാക്ക് ദ എക്സാം. ഐ തിങ്ക് ഐ എം ഗോണ ഫെയിൽ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തോൽക്കും ചേച്ചി, എനിക്ക് എന്തായാലും എഴുതാൻ പറ്റില്ല. ഞാൻ ഒത്തിരി പഠിച്ചു, പക്ഷെ അതൊന്നും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻസ് ആയിട്ട് കരയാനൊക്കെ പറഞ്ഞു. അപ്പം ഐ റിയലൈസ് നമ്മുടെ ഒരു സ്റ്റുഡൻസ് ലൈഫിലെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് എക്സാം ഫിയർ. എക്സാം ഫിയർ ആക്ച്വലി പല രീതിയിലുണ്ട്, പല കാരണത്താലാകാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സാം ഫിയർ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് ദ എക്സാമിൽ നമ്മുടെ മൈൻഡിലൂടെ പോകുന്ന കുറച്ച് കാര്യങ്ങളും അതിനെ തുടർന്ന് നമ്മൾ എങ്ങനെയാണ് എക്സാമിന് മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. എക്സാമിൻ്റെ തലേന്ന് യു വിൽ ബി എക്സ്ട്രീംലി ടെൻസ്. ഞാൻ പഠിക്കുന്നത് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ഞാൻ പഠിച്ച ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇനി ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ തോൽക്കുമോ? ഞാൻ നന്നായി പഠിച്ചു, പക്ഷേ എനിക്കിതൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. സോ ഇങ്ങനത്തെ തോട്ട്സ് ആക്ച്വലി ഈ തോട്ട്സ് ആണ് ആക്ച്വലി നമുക്കൊരു തരം ലോ കോൺഫിഡൻസ് തരുന്നത്. ഈ തോട്ട്സ് ഇല്ലെങ്കിൽ വി ക്യാൻ ആക്ച്വലി പെർഫോം ഗുഡ് ഇൻ എക്സാംസ്. അപ്പോൾ കോൺഫിഡൻസിൻ്റെ കാര്യമാണ് ഇതിൽ മെയിൻലി ഉള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ മെമ്മറി. യെസ്, മെമ്മറിയിൽ നിൽക്കണം. വെൻ യു മെമ്മറൈസ് സംതിങ് യു ഷുഡ് ബി ഏബിൾ ടു യൂസ് ഇറ്റ് ഫോർ യുവർ എക്സാം. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിനേക്കാളും ഉപരി വി ഷുഡ് ബി കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് വി ക്യാൻ ആക്ച്വലി റൈറ്റ് വാട്ട് വി ഹാവ് ഓൾറെഡി ലേൺഡ്. അപ്പോൾ ആ ഒരു തോട്ടാണ് മെയിൻലി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ഈ ഒരു തോട്ടാണ് നമുക്ക് ലാക്ക് ചെയ്യുന്നത്. ദറ്റ് യു നീഡ് കോൺഫിഡൻസ് മോർ ദാൻ എനിത്തിങ് എന്നുള്ളത്. ആൻഡ് എക്സാമിൻ്റെ ലാസ്റ്റ് ബെൽ അടിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ യു വിൽ ബി വിത്ത് യുവർ ബുക്സ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന അതേ സംഭവം, അതേ ചോദ്യം പേപ്പറിൽ വരികയാണെങ്കിൽ യു വിൽ ബി ഹാപ്പി അല്ലേ? എനിക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഞാൻ ഇപ്പോൾ പഠിച്ചതാണ്, സോ ഐ ക്യാൻ ഡു വെൽ, ഐ ക്യാൻ റൈറ്റ് ദറ്റ് ആൻസർ വെൽ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഈ മെമ്മറി കണക്റ്റഡ് ആയിട്ടുള്ള ഈ തോട്ട്സ് ഒക്കെ ആക്ച്വലി നമുക്ക് മാറ്റി നിർത്താം എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ സീ വണ്ടേഴ്സ്. അതിലെങ്ങനെ നമുക്കിത് മാറ്റി നിർത്താം? ഒന്ന്, ഇപ്പോൾ എക്സാമിന് ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് ആ ചോദ്യം അറിയില്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക. ദെർ ആർ മെനി തിങ്സ് ഇൻ ദ വേൾഡ് ദറ്റ് യു ഡോണ്ട് നോ. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. അത് തന്നെ വലിയൊരു തിരിച്ചറിയേണ്ട ലക്ഷണമാണ്. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അക്നോളജ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. സോ യു ആക്ച്വലി നീഡ് യു ഷുഡ് ആക്ച്വലി ബി ഡെയറിങ് ടു ഡു ദാറ്റ്. നമുക്കത് ആ ഒരു റിയാലിറ്റിയോട് അക്സെപ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ചോദ്യം കാണുമ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ എക്സാമിന് തോൽക്കും, എനിക്ക് മാർക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എക്സാമിന് നന്നായി പഠിക്കുക, എഴുതുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടും പറ്റിയില്ലെങ്കിൽ അതിനെ ഈ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കി തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് തിങ്ക് ദറ്റ് യു ഡോണ്ട് നോ ദിസ് ബട്ട് യു നോ മെനി അതർ തിങ്സ് ഇൻ ദ വേൾഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് നോ മെനി അതർ തിങ്സ് ഇൻ ദ വേൾഡ്. ജസ്റ്റ് അത് അക്നോളജ് ചെയ്യുക. രണ്ടാമത്, ഒരു ചോദ്യം കാണുമ്പോൾ ഇത് ഇത്ര മാർക്കിനുള്ളൊരു ചോദ്യമാണ് എന്ന് ആലോചിച്ച ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നല്ലത് ആ ചോദ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു എന്തൂസിയാസം നമ്മൾ കാണിക്കുക. ഇപ്പം മാത്സിനെ കുറിച്ച് പറയാം. ഞാനൊരു എക്സാമ്പിളായിട്ട് തരുവാണ്. മാത്സ് പലപ്പോഴും നമുക്ക് പഠിപ്പിക്കുന്നത് എല്ലാ പ്രോബ്ലംസും നമുക്ക് ടീച്ചേഴ്സ് സോൾവ് ചെയ്ത് തരാറില്ല അല്ലേ? അതിന് പകരം മെത്തേഡ്സും ടെക്നിക്സും അപ്രോച്ചസുമാണ് നമുക്ക് പറഞ്ഞു തരാറ്. And if methods, techniques and approaches we need to deploy these things and arrive at the solution. അത് നമുക്ക് കുറച്ച് ടെക്നിക്സ് തരും. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് യു ഫൈൻഡ് യുവർ വേ ടു അറൈവ് അറ്റ് ദ സൊല്യൂഷൻസ്. ദാറ്റ്സ് വൈ മാത്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടാവുന്നത്. ദേ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ഫൺ ടു എക്സ്പ്ലോർ യുവർ വേ ടു ഫൈൻഡ് ആൻസേഴ്സ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഡീൽ ചെയ്യാം. ഒരു ചോദ്യം കാണുമ്പോൾ ഇപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല, ഞാൻ തോറ്റു, എന്ത് ചെയ്യും? ആ ഒരു തോട്ട് അല്ലാതെ യു ക്യാൻ ആക്ച്വലി തിങ്ക് അല്ലേ, ഇതെനിക്ക് അറിയില്ല, പക്ഷേ ഇതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കാം. ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഞാനിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കാം. യു മേ നോട്ട് സക്സീഡ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ യു മേ നോട്ട് സക്സീഡ്. അത് എക്സാം ആകട്ടെ, എക്സാം കഴിഞ്ഞിട്ടാകട്ടെ, യു ക്യാൻ ഓൾവേസ് അറ്റംപ്റ്റ് ടു ഡു ദാറ്റ്. ആ ഒരു അറ്റംപ്റ്റ് തന്നെ ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇനി ഒരു ചോദ്യം കാണുമ്പോൾ അറിയില്ല എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല എക്സാമിൻ്റെ തലേന്ന്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിവിഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ ഇൻ യുവർ മെമ്മറി.
നമ്മളിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്തത് മറന്നു പോകുമോ എന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കുറയുകയും ടെൻഷൻ കൂടുകയും ചെയ്ത് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം ആക്ച്വലി ഒരു ഉത്തരത്തിൻ്റെ ഹിൻ്റാണ്. വെൻ യു സീ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഡെഫിനറ്റ്ലി ഈസ് എൻ ഹിൻറ്റ് ഫോർ യുവർ ആൻസർ. ഐ മീൻ അതൊരു ഹിൻ്റാണ്, ഒരു സൂചന എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചോദ്യം കാണുമ്പോൾ ഉറപ്പായിട്ടും ആ ഉത്തരത്തിനുള്ള എന്തെങ്കിലും സൂചന കിട്ടും ഇഫ് യു ഹാവ് സ്റ്റഡീഡ് കേട്ടോ. പക്ഷേ ഇനി നമ്മൾ പഠിച്ചിട്ട് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അറിയില്ല. ദെർ ആർ മെനി തിങ്സ് ഇൻ ദ വേൾഡ് ദാറ്റ് യു ഡോണ്ട് നോ. സിംപ്ലി അങ്ങനെ അത് അക്നോളജ് ചെയ്യാം. പക്ഷേ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ആഗ്രഹം കാട്ടുക, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്, അത് പഠിക്കാനും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താതെ പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ആക്ച്വലി സ്റ്റഡീസ് ക്യാൻ ബി ഫൺ ഇൻ ദാറ്റ് സെൻസ്. എക്സാമിന് മുന്നേ ഉള്ള ഇങ്ങനത്തെ ഈ പേടിയും ഈ ഒരു എക്സാം ഫിയറും ഉറക്കം ഇല്ലാതെ രാത്രി സ്പെൻഡ് ചെയ്യുകയും രാത്രി സ്റ്റഡി ചെയ്യും, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതിനൊന്നും ആവശ്യമില്ല. എക്സാം ടൈമിൽ യു ക്യാൻ ആക്ച്വലി സ്ലീപ്പ് പീസ്ഫുള്ളി, യു ക്യാൻ ഹാവ് ഫുഡ്, you don't have to have sleepless nights. ഈ എക്സാം ഫിയേഴ്സിൻ്റെ ആവശ്യം ഒരിക്കലും ഇല്ല. ആൻഡ് ഓർക്കുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് തന്നെ വലിയൊരു തിരിച്ചറിവാണ്. നമുക്ക് ആ തിരിച്ചറിവുമായിട്ട് എങ്ങനെ, ആ ഒരു അറിവും ആ ഒരു തിരിച്ചറിവുമായിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും, അവിടെയാണ് സക്സസ് ഇരിക്കുന്നത്. ഐ തിങ്ക് ദിസ് വിൽ ഹെൽപ്പ് ഓൾ ദ സ്റ്റുഡൻസ് ഹൂ ഹാവ് എക്സാം ഫിയേഴ്സ്. ആൻഡ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. Till then, bye. Thank you.